Hello friends, today we are going to discuss basics of organic chemistry. കെമിസ്ട്രീനെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് ക്ലാസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി. അത്യാവശ്യം നമ്മൾ പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തു? കോമ്പൗണ്ടുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓർഗാനിക് കോമ്പൗണ്ട് എന്നും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കോമ്പൗണ്ടുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്. എന്നിട്ട് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തത്? ഈ കോമ്പൗണ്ടുകൾ എവിടുന്നാണ് കിട്ടുന്നത്? ബേസ്ഡ് ഓൺ സോഴ്സ്. ഈ കോമ്പൗണ്ടുകൾ എവിടുന്നാണ് കിട്ടുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് എന്നും ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്നും ക്ലാസിഫൈ ചെയ്തു. ശ്രദ്ധിക്കുക, കോമ്പൗണ്ടുകളെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് ക്ലാസിഫൈ ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എവിടുന്നാണ് ആ കോമ്പൗണ്ട് കിട്ടുന്നത് അനുസരിപ്പെടുത്തി. ഇനി ഇൻഓർഗാനിക് ക്ലാസിഫൈ ചെയ്തു. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ശ്രദ്ധിക്കുക, ഓർഗാനിക് കോമ്പൗണ്ടുകൾ എവിടുന്നാണ് കിട്ടിയത്? ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. ലിവിങ് ഓർഗാനിസംസ്. അപ്പോ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്നതിനെ ഓർഗാനിക് കോമ്പൗണ്ട് എന്നും നോൺ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്നതിനെ ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്നും വിളിച്ചു. അപ്പൊ ഏതായിരിക്കും ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞത്? നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും. ഓർഗാനിക് കോമ്പൗണ്ടിന് ഒരു എക്സാമ്പിൾ ആണ് പ്രോട്ടീൻ. അല്ലേ? പ്രോട്ടീൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? യെസ്, അനിമൽസ് നിന്നാണ് കിട്ടുക. മുട്ട, പാലിലെ പ്രോട്ടീൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം. ഇത് എവിടെ നിന്ന് കിട്ടും? അനിമൽസ് നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് കാർബോഹൈഡ്രേറ്റ്. എന്താണ്? കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ഫാറ്റ്. ഫാറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതും അനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കോമ്പൗണ്ടുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാര്യമായിട്ട് പറഞ്ഞത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കോമ്പൗണ്ടുകളെ അവ എവിടുന്ന് കിട്ടുന്നു? ജീവനുള്ളതെന്ന് കിട്ടുന്നോ അതോ ജീവനില്ലാത്തതെന്ന് കിട്ടുന്നോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓർഗാനിക് എന്നും ഇൻഓർഗാനിക് എന്നും ക്ലാസിഫൈ ചെയ്തു. ഓർഗാനിക് കോമ്പൗണ്ട് എവിടുന്നാണ് കിട്ടുന്നത്? ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ളവരിൽ നിന്ന്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? പ്രോട്ടീൻ. പ്രോട്ടീൻ എവിടുന്ന കിട്ടുക? ജീവനുള്ള അനിമൽസിൽ നിന്നും കിട്ടും. ഓക്കെ, ഇനി കാർബോഹൈഡ്രേറ്റ് എവിടുന്ന് കിട്ടും? ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ് എവിടുന്ന് കിട്ടും? കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. ഓക്കെ, ഫാറ്റ് എവിടുന്ന് കിട്ടും? ഫാറ്റ് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നുമാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാലോ? ഇൻഓർഗാനിക് കോമ്പൗണ്ട് കിട്ടുന്നത് നോൺ ലിവിങ് ഓർഗാനിസം. എവിടെ നിന്നാണ് കിട്ടുന്നത്? നോൺ ലിവിങ് ഓർഗാനിസം. ഓക്കെ, അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, ഇൻഓർഗാനിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ എന്താ? ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്താണെന്ന് മനസ്സിലായി. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നതാണ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്. എക്സാമ്പിൾ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന NaCl അല്ലെ? NaCl ഏതെങ്കിലും ജീവനുള്ള വസ്തുക്കളിൽ നിന്നാണോ കിട്ടുന്നത്? അല്ല, സീ വാട്ടർ എന്നല്ലേ നമ്മൾ എടുക്കുന്നത്. NaCl എവിടെ നിന്ന് എടുക്കുന്നത്? സീ വാട്ടർ അല്ലേ? ഇപ്പോ നമുക്കറിയാവുന്ന ഇന്ദുപ്പ്, KCl, റോക്ക് സാൾട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു ഇൻഓർഗാനിക് ആണ്. അപ്പൊ ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നോൺ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്നതാണ്. NaCl നമുക്ക് ഇവിടുന്ന് ജീവനുള്ളതാണോ? സീ വാട്ടറിന് ജീവനുണ്ടോ? ഇല്ല, നോൺ ലിവിങ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോമ്പൗണ്ടുകൾ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഓർഗാനിക് എന്നും ഇൻഓർഗാനിക് എന്നും. അപ്പോൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട് ആയിക്കോട്ടെ ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആയിക്കോട്ടെ, അവയുടെ ഡിഫറൻസും അവയുടെ സ്പെഷ്യാലിറ്റിയും ഒക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് പറഞ്ഞ തിയറിയാണ്. ഏതാണ് തിയറി? വൈറ്റൽ ഫോഴ്സ് തിയറി. ഈ തിയറി കൊണ്ടുവന്നത് ബെർസീലിയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ ബെർസീലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഓർഗാനിക് കോമ്പൗണ്ടിനെയും ഇൻഓർഗാനിക് കോമ്പൗണ്ടിനെയും അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്ത് അവയുടെ ഡിഫറൻസ്, ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്കാരാണ്, ഇൻഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്കാരാണ്, അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്ത് അതിന്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് ആരാണ്? ബെർസീലിയസ്. ഏത് തിയറി വെച്ചിട്ടാണ്? വൈറ്റൽ ഫോഴ്സ് തിയറി. വൈറ്റൽ ഫോഴ്സ് തിയറി.
വൈറ്റൽ ഫോഴ്സ് തിയറി. എന്താണ് ഈ വൈറ്റൽ ഫോഴ്സ് തിയറി പറയുന്നത്? വൈറ്റൽ ഫോഴ്സ് തിയറി പറഞ്ഞത്, അതായത് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ സാധനം ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ ഉള്ളിൽ ഒരു വൈറ്റൽ ഫോഴ്സ് വേണം. എന്ന് വെച്ചാൽ വൈറ്റൽ ഫോഴ്സ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, ഓർഗാനിക് കോമ്പൗണ്ട് എവിടെ ഉണ്ടാക്കാൻ പറ്റൂല? ലാബുകളിൽ ഉണ്ടാക്കാൻ പറ്റൂല. അതെന്താ ഓർഗാനിക് കോമ്പൗണ്ട് ലാബിൽ ഉണ്ടാക്കാൻ പറ്റാത്തത്? നമ്മൾ പറഞ്ഞില്ലേ, ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൈറ്റൽ ഫോഴ്സ് വേണം. അതാണ് വൈറ്റൽ ഫോഴ്സ് തിയറി പറഞ്ഞത്. ഓർഗാനിക് കോമ്പൗണ്ട് ആർക്കെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വൈറ്റൽ ഫോഴ്സ് വേണം. വൈറ്റൽ ഫോഴ്സ് ആരെ കയ്യിൽ മാത്രമേ ഉള്ളൂ? ലിവിങ് ഓർഗാനിസത്തിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ലിവിങ് ഓർഗാനിസത്തിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ ലാബിൽ ഉണ്ടാക്കാൻ പറ്റൂല. ലാബിൽ ലിവിങ് ഓർഗാനിസം അല്ലല്ലോ. ലാബിൽ എന്താണ്ടാവുക? ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവും, ബീക്കർ ഉണ്ടാവും, കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ടാവും. ഇതുകൊണ്ട് കാര്യം ലിറ്റർക്ക് ജീവണ്ടോ? ഇല്ല. ആർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാരാ പറഞ്ഞേ? ബെർസീലിയസിന്റെ വൈറ്റൽ ഫോഴ്സ് തിയറി. എന്താ ബെർസീലിയസിന്റെ വൈറ്റൽ ഫോഴ്സ് തിയറി പറഞ്ഞത്? ഓർഗാനിക് കോമ്പൗണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയൂല. ആർക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ? ആരുടെ കയ്യിലാണോ വൈറ്റൽ ഫോഴ്സ് ഉള്ളത് അവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആരുടെ കയ്യിലാണ് വൈറ്റൽ ഫോഴ്സ് ഉള്ളത്? ലിവിങ് ഓർഗാനിസത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന്റെ കയ്യിൽ മാത്രമേ വൈറ്റൽ ഫോഴ്സ് ഉള്ളൂ. അവർക്ക് മാത്രമേ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലാബിൽ ഉണ്ടാക്കാൻ പറ്റൂല. ആര് പറഞ്ഞു? ബെർസീലിയസ് പറഞ്ഞു. അപ്പോ ഒരു പ്രശ്നമുണ്ട്. ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആർക്ക് വേണമെങ്കിലും ലാബിൽ ഉണ്ടാക്കാം, പക്ഷെ ഓർഗാനിക് കോമ്പൗണ്ട് ലാബിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ഇൻഓർഗാനിക് കോമ്പൗണ്ടുകളെ ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓർഗാനിക് കോമ്പൗണ്ടിനെ എന്തായാലും ലാബിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് എന്ത് മനസ്സിലാക്കി? ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാക്കും. കാരണം എന്താണ്? ഏതാണ് ഓർഗാനിക് കോമ്പൗണ്ട്? പ്രോട്ടീൻ. അത് ലാബിലെല്ലാം ഉണ്ടാക്കുന്നത് അനിമൽസ് ഉണ്ടാക്കുന്നതല്ലേ. മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് കാർബോഹൈഡ്രേറ്റ്. ഫോട്ടോസിന്തസിസിനും മറ്റും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഫാറ്റ് ആയിക്കോട്ടെ, എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടും ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ലാബിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും വന്നു. അപ്പൊ എല്ലാവരും എന്ത് വിചാരിച്ചു? ഇതോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടുപിടിക്കാനുള്ള റിസർച്ച് ഒന്നും ആ കാലത്ത് നടന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. വെയിറ്റ് ആക്കി. 1809 ബെർസീലിയസ് ഇതിന്റെ വൈറ്റൽ ഫോഴ്സ് തിയറി കൊണ്ടുവരുന്നത്. എന്ത്? ഓർഗാനിക് കോമ്പൗണ്ട് ലിവിങ് ഓർഗാനിസത്തിന് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ലാബിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 1828 ഫെഡറിച്ച് വൂളർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. ആരാണ്? വൂളർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. ഫെഡറിച്ച് വൂളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം അയാളുടെ ലാബില് 2 കെമിക്കൽ എടുത്തു. ഒന്നാമത്തെ കെമിക്കല് സിൽവർ സയനൈറ്റ്. ഒന്നാമത്തെ കെമിക്കലായിരുന്നു സിൽവർ സയനൈറ്റ്. എന്നിട്ട് രണ്ടാമതൊരു കെമിക്കലും കൂടെ അദ്ദേഹം എടുത്തു. ഏതായിരുന്നു? അമോണിയം ക്ലോറൈഡ്. ശ്രദ്ധിക്കുക, 1828 വൂളർ, ഫെഡറിച്ച് വൂളർ. ശ്രദ്ധിക്കണം, ഈ 1809 വൈറ്റൽ ഫോഴ്സ് തിയറി കൊണ്ടുവന്നു ആര്? ബെർസീലിയസ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി ഓർഗാനിക് സംയുക്തം നമുക്ക് ലാബിൽ ഉണ്ടാക്കാൻ പറ്റൂല. നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഇൻഓർഗാനിക് മാത്രമേ ലാബിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. ആ സമയത്ത് വൂളർക്കും അതേ വിചാരം ഉണ്ടാവുമല്ലോ. വൂളറും വിചാരിച്ചു, നമ്മളും ഗതിയിട്ടാണ്ട് എന്ത് ഉണ്ടാക്കണ്ട, ഓർഗാനിക് സംയുക്തം ഉണ്ടാക്കണ്ട, നമുക്കൊരു ഇൻഓർഗാനിക് സംയുക്തം ഉണ്ടാക്കാം. ഏതാണ് ഇൻഓർഗാനിക് സംയുക്തം? അമോണിയം സയനേറ്റ്. സയനേറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആര്? വൂളർ. ഫെഡറിച്ച് വൂളർ തീരുമാനിക്കുകയാണ് അമോണിയം സയനേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ ആര് തീരുമാനിച്ചു? ഫെഡറിച്ച് വൂളർ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലാബില് എന്തെടുത്തു? സിൽവർ സയനേറ്റും അമോണിയം ക്ലോറൈഡും കൂടെ എടുത്തു. എന്നിട്ട് അതിനെ മിക്സ് ചെയ്യും. ഒരു പ്രത്യേക കണ്ടീഷനിൽ എന്ത് ചെയ്തു? സിൽവർ സയനേറ്റിനെയും അമോണിയം ക്ലോറൈഡിനെയും കൂടെ മിക്സ് ചെയ്തു. അയാൾക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്? ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള അമോണിയം സയനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല? ഇത് കിട്ടിയില്ല, അമോണിയം സയനേറ്റ് കിട്ടിയില്ല. പകരം അദ്ദേഹത്തിന് വേറൊരു സാധനമാണ് കിട്ടിയത്. ആ കിട്ടിയ സാധനത്തിന്റെ പേരാണ് യൂറിയ. ഈ യൂറിയ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? യൂറിനില്, മനുഷ്യന്റെയും അനിമൽസിന്റെയും യൂറിനിൽ കാണപ്പെടുന്ന പ്രധാന കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്?
യൂറിയ. എവിടെ കാണപ്പെടുന്ന? യൂറിനിൽ. അനിമൽസിന്റെ യൂറിനിൽ കാണപ്പെടുന്ന പ്രധാന കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? യൂറിയ. അത് ഏത് വഴി കിട്ടി അല്ലേ? ആരുണ്ടാക്കുന്നതാ യൂറിയ അല്ലേ? അനിമൽസിന്റെ യൂറിനിൽ നിന്നും കിട്ടുന്ന കോമ്പൗണ്ട് ആണ് യൂറിയ. അനിമൽസ്, ലിവിങ് ഓർഗാനിസംസ് അല്ലെ. എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസത്തിന്റെ യൂറിനിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ ഇത് എന്ത് കോമ്പൗണ്ടാ? ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടി. അതാണ് ഫോർമുല. എന്താണ്? NH2CO NH2CO. അപ്പോ ആദ്യത്തെ ഓർഗാനിക സംയുക്തം ലാബിൽ ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? ഫെഡറിച്ച് ഊളറാ ഉണ്ടാക്കിയത്. അയാൾക്ക് ഓർഗാനിക് തന്നെ ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചുണ്ടാക്കിയതാണോ? അല്ല. അയാൾ ഉണ്ടാക്കാൻ വിചാരിച്ചത് ഇൻഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള അമോണിയം സയനൈറ്റ് ആണ്. പക്ഷെ അയാൾക്ക് കിട്ടിയതോ യൂറിയാണ്. അതിനു വേണ്ടി സിൽവർ സയനൈറ്റ് എടുത്തു, കൂടെ അമോണിയം ക്ലോറൈഡ് എടുത്തു. ഒരു പ്രത്യേക കണ്ടീഷനിൽ ഇങ്ങനെ മിക്സ് ആക്കിയപ്പം അയാൾക്ക് കിട്ടി യൂറിയ. അതിന് യൂറിയ കിട്ടാനാണോ? അല്ല, കിട്ടേണ്ടത് എന്തായിരുന്നു? അമോണിയം സയനൈറ്റാ. പക്ഷെ കിട്ടിയതോ യൂറിയാണ്. യൂറിയ എങ്ങനത്തെ കോമ്പൗണ്ടാ? ഒരു ഓർഗാനിക് കോമ്പൗണ്ടാ. ആരുടെ വൈറ്റൽ ഫോഴ്സ് തിയറി അവിടെ ഇല്ലാതായി? ആരുടെ? ബെർസീലിയസിന്റെ വൈറ്റൽ ഫോഴ്സ് തിയറി ഇല്ലാണ്ടായി. അദ്ദേഹം എന്താ പറഞ്ഞേ? ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ലാബിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ, ഉണ്ടാവൂലെന്ന്. ആരുണ്ടാക്കി കാണിച്ചു കൊടുത്തു? 1828 ഫെഡറിച്ച് ഊളർ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ ആദ്യമായിട്ട് മനുഷ്യൻ ലാബിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക സംയുക്ത ഏതാ? യൂറിയാണ്. എന്താ ഫോർമുല? NH2CO NH2. അപ്പോ ഇദ്ദേഹമല്ലേ ആദ്യത്തെ ഓർഗാനിക സംയുക്തം ലാബിൽ ഉണ്ടാക്കിയത്? അതുകൊണ്ട് തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ഫെഡറിച്ച് ഊളറാണ്. അപ്പോ ഓർഗാനിക സംയുക്തം ഉണ്ടായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി ഉണ്ടാവാനുള്ള കാരണം? വൈറ്റൽ ഫോഴ്സ് തിയറി ഒന്നും ഓർഗാനിക സംയുക്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്ത് സമാധാനം അല്ലേ? പഠിക്കും വേണ്ട അല്ലേ? ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണ്ട, സുഖമായിരുന്നു. പക്ഷേ ആര് പൈപ്പിച്ചു? ഫെഡറിച്ച് ഊളർ കൊണ്ടൊന്ന് പൈപ്പിച്ചു. എന്താ പറഞ്ഞേ? അദ്ദേഹം എന്തോ ഉണ്ടാക്കാൻ പോയിട്ട് യൂറിയ കിട്ടി. അതിന്റെ ശേഷം എല്ലാവരും എങ്ങോട്ടേക്ക് വന്നു? ഓർഗാനിക സംയുക്തം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ കണ്ടമാനം ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടായി. അപ്പൊ ഫസ്റ്റത്തെ ഓർഗാനിക് കോമ്പൗണ്ട് ഏതാ? യൂറിയ. ആര് കണ്ടുപിടിച്ചു? ഫെഡറിച്ച് ഊളർ. അതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചു എന്ത്? ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫാദർ എന്നുള്ളത് വിളിച്ചു. അപ്പൊ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊരു കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് കാർബണെ കുറിച്ചും ഹൈഡ്രജന്റെയും കോമ്പൗണ്ട്, കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചും അവയുടെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി in which we are study with carbon and hydrogen compound and their derivatives. അപ്പോൾ ഇതിന്റെ മറ്റു എക്സ്പ്ലനേഷൻസും മറ്റു ബേസിക്സും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.